ചിന്താസരിത്സാഗരം. നമ്മെ നിത്യം പ്രചോദിപ്പിക്കുന്ന 366 മഹത്തായ ചിന്തകൾ. ശ്രീനാരായണ ഗുരു. സെൽഫ് ഹെൽപ്പ്. തയ്യാറാക്കിയത് മങ്ങാട് ബാലചന്ദ്രൻ. ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. 1. ഈശ്വരാരാധന. ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തണം. അതിന് മതതത്വങ്ങളെ ജനങ്ങൾക്കറിവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ശുഭദിനം. ജനങ്ങൾക്ക് മതപരവും ദൈവികവുമായ അവബോധമുണ്ടാകണം. എങ്കിൽ മാത്രമേ അവർക്ക് ശരിയായ വിധമുള്ള പുരോഗതിയെ പ്രാപിക്കാനാവൂ. ഇക്കാര്യത്തിൽ വേണ്ട പ്രചരണങ്ങളും ഏർപ്പാടുകളും നടത്തുന്നതിനായി 1908 ഗുരുദേവൻ SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശമാണിത്. കണ്ണു തുറന്നാൽ കാണപ്പെടുന്ന ഒരു ലോകമുണ്ട്. ഇതുപോലെ കണ്ണടച്ചാൽ ഉള്ളിൽ തെളിയുന്ന മറ്റൊരു ലോകവുമുണ്ട്. ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരഭാഗവുമെല്ലാം ഉണ്ടായി വന്നത് ഒരു മാംസപിണ്ഡത്തിൽ നിന്നുമാണ്. ആ പിണ്ഡമാകട്ടെ എന്റെയോ എന്നെ ഗർഭം ധരിച്ചിരുന്ന അമ്മയുടെയോ അധീനതയിലോ സംരക്ഷണയിലോ ആയിരുന്നില്ല. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമെല്ലാം ചേർന്നിരിക്കുന്ന ഞാനായതും എന്റെ സാമർഥ്യം കൊണ്ടല്ല. ഉള്ളിലേക്കും പുറത്തേക്കും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണവായുവിനെ ഒരു നിശ്ചിത നേരത്തിനപ്പുറത്തേക്ക് പോലും എന്റെ വരുതിയിലാക്കുവാനുള്ള ത്രാണിയും എനിക്കില്ല. ഇങ്ങനെ എന്നിലിരുന്ന് എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഈശ്വരൻ. ഈശ്വരനോടുള്ള ആരാധന ഇടമുറിയാതെ നിൽക്കണം. നമ്മിൽ പ്രാണശക്തി എപ്രകാരമാണോ ഇടമുറിയാതെ നിലകൊള്ളുന്നത്, അതുപോലെ ഈ ആരാധനയാണ് ഹൃദയബുദ്ധികളെ ശുദ്ധിപ്പെടുത്തുന്നത്. ഈ ശുദ്ധികളിൽ നിന്നുമാണ് സമൂഹശുദ്ധി രൂപപ്പെടുന്നത്. അതിനാൽ ഈശ്വരാരാധനയില്ലാത്ത ഹൃദയങ്ങളും ഭവനങ്ങളും ഇല്ലാതെയാവണം. മതതത്വങ്ങളുടെ നേരായ അറിവിൽ കൂടിയേ ഇത് സാധ്യമാകൂ. ഇക്കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധ പതിയണം. 2. ഈശ്വരധ്യാനത്തിന്റെ മഹത്വം. ഈശ്വരകാര്യാർത്ഥമായി പോകുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കാതിരിക്കില്ല. ശുഭദിനം. ഗുരുദേവൻ പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നു. വിവരമറിഞ്ഞ് VK കുഞ്ഞിക്കണ്ണൻ ഗുരുവിനെ തലശ്ശേരിയിലേക്ക് ക്ഷണിക്കുന്നതിനായി അവിടേക്കു യാത്രയായി. കൊച്ചിയിൽ നിന്നും വള്ളത്തിലായിരുന്നു യാത്ര. നല്ല വേലിയേറ്റ സമയം. മഴയും കാറ്റും ശക്തിപ്പെട്ടു. കനത്ത ഓളങ്ങളിൽപ്പെട്ട് വള്ളം ആടിയുലഞ്ഞു. നിയന്ത്രണം വിട്ട് വള്ളം മറിയുമെന്ന നിലയിലായി. ആകെ പരിഭ്രാന്തനായ കുഞ്ഞിക്കണ്ണൻ മരണത്തെ മുന്നിൽ കണ്ടു. പെട്ടെന്ന് ഗുരുവിനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. അല്പനേരത്തിനുള്ളിൽ തന്നെ മഴ കുറഞ്ഞു. കാറ്റും ദുർബലമായി. വള്ളം സാധാരണ നിലയിലായി. അയാൾ സുരക്ഷിതനായി കരയ്ക്കെത്തി. ഉണ്ടായതൊന്നും ആരോടും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഗുരുവിന് മുന്നിലെത്തി. നമസ്കരിച്ചു നിവർന്നപ്പോൾ ഗുരുവിന്റെ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ കേട്ടു. ഈശ്വരകാര്യാർത്ഥമായി പോകുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കാതിരിക്കയില്ല. കുഞ്ഞിക്കണ്ണൻ അത്ഭുതപ്പെട്ടു. എല്ലാം ഗുരുദേവൻ ദീർഘദർശനത്താൽ അറിഞ്ഞിരിക്കുന്നു. ഈശ്വരധ്യാനത്തിന്റെ മഹത്വത്തിലേക്കും തീവ്രതയിലേക്കും നമ്മെ നയിക്കുന്ന ഒരു മഹത് വചനമാണിത്. ഈശാവാസ്യോപനിഷത്ത് സർവപ്രപഞ്ചത്തിലും ഈശ്വരൻ അധിവസിക്കുന്നുവെന്ന് ഉദ്ഘോഷിക്കുന്നു. ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിന്റെ സൂക്ഷ്മ Sample complete.
Ready to continue?